ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റീകാപ്പ് ചെയ്യുന്നത് 2014 പുറത്തിറങ്ങിയ അഡിക്റ്റഡ് എന്ന ത്രില്ലർ റൊമാൻസ് ഡ്രാമ മൂവിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവസാനം വരെ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഒരു പ്രത്യേകതരം ലൈംഗികാസക്തിയുള്ള സ്ത്രീയുടെ കഥയാണിത്. തന്റെ കാമാസക്തി തീർക്കാനായി അവൾ അന്യപുരുഷന്മാരെ തേടി പോകുന്നതും ഇതുമൂലം ഒടുവിൽ അവളുടെ ജീവിതം തന്നെ അപകടത്തിലാവുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഡോക്ടർ മാർസെല സ്പെൻസർ എന്ന തെറാപ്പിസ്റ്റുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്ന സോയയിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തെ സംഭവങ്ങൾ അവൾ ഡോക്ടറുമായി പങ്കുവയ്ക്കുന്നു. ജെയ്സൺ എന്ന സ്നേഹനിധിയായ ഭർത്താവും എല്ലാ കാര്യങ്ങളിലും സംതൃപ്തയായ ഒരു ഭാര്യയായിരുന്നിട്ടും സോയയ്ക്ക് ഇപ്പോഴും എന്തോ ഒരു അതൃപ്തി തോന്നുന്നു. അവളുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനായി അവൾ സെക്സ് മൂവീസ് കാണാനും സെക്സ് ടോയ്സ് ഉപയോഗിക്കാനും ആരംഭിക്കുന്നു. സോയി ആൻഡ് കമ്പനി എന്ന പേരിൽ ഒരു ആർട്ട് ഗാലറി കമ്പനിയുടെ ഉടമയാണ് നമ്മുടെ നായിക സോയി. ഒരു ദിവസം അവളുടെ ഉറ്റ സുഹൃത്തും സഹായിയുമായ ബ്രെയിനയിൽ നിന്നും ക്വിന്റൻ കോസ എന്ന കലാകാരന്റെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്ന ഒരു ബ്രോഷർ അവൾക്ക് ലഭിക്കുന്നു. അവന്റെ കലാസൃഷ്ടികളിൽ ആകൃഷ്ടയായ അവൾ ആ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു. അവന്റെ കഴിവിൽ അവൾ ആകൃഷ്ടയാകുന്നു. ക്വിന്റൻ അവളോട് താല്പര്യം കാണിക്കുകയും പ്രദർശന സമയത്ത് അവളോട് അടുത്തിടപഴകുകയും ചെയ്യുന്നു. തമ്മിൽ വീണ്ടും കാണാമെന്ന് പദ്ധതിയിട്ടുകൊണ്ട് അവർ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ കൈമാറുന്നു. തുടർന്ന് അവൾ മറ്റു അവിഹിത ബന്ധങ്ങളും തിരയുവാൻ ആരംഭിക്കുന്നു. ഒരു രാത്രി സൂപ്പർ മാർക്കറ്റിലേക്കെന്ന് അമ്മയോട് കളവ് പറഞ്ഞ് അവൾ ഒരു നിശാ ക്ലബ്ബ് സന്ദർശിക്കുന്നു. ജെയ്സണുമായി ബാത്റൂമിൽ വെച്ച് സെക്സിൽ ഏർപ്പെടുന്ന അവൾ ശേഷം ക്വിന്റനുമായി സെക്സ് ചെയ്യുന്നതായി സ്വപ്നം കാണുന്നു. തൊട്ടടുത്ത ദിവസം അവൾ ക്വിന്റന്റെ സ്റ്റുഡിയോ സന്ദർശിക്കുന്നു. അവളുടെ കമ്പനിയിൽ ചേരുന്നതിനുള്ള ഒരു കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ക്വിന്റൻ ഒരു മടിയും കൂടാതെ കരാർ ഒപ്പിട്ട് നൽകുന്നു. സോ മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവൻ അവളെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. ആദ്യമൊന്ന് എതിർത്തെങ്കിലും ഒടുവിൽ അവൾ ക്വിന്റന്റെ ആഗ്രഹത്തിന് വഴങ്ങുകയും അവളുമായി എന്തും ചെയ്യാൻ അവനെ അനുവദിക്കുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും അവിടെ വെച്ച് സെക്സിൽ ഏർപ്പെടുന്നു. സോയുടെ ഇത്തരത്തിലുള്ള ബന്ധവും തുടർന്നുള്ള കുറ്റബോധവും കാരണം അവളുടെ ജോലിയിലും കുടുംബജീവിതത്തിലും താളപ്പിഴകൾ ആരംഭിക്കുന്നു. അവളുടെ മകന്റെ സൂക്കർ ഗെയിമിൽ അവൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അവളുമായി ഒരു ബിസിനസ് മീറ്റിംഗിന് താല്പര്യപ്പെടുന്ന ഒരു നല്ല ക്ലയന്റിന്റെ കാര്യം ബ്രീന പറയുന്നത് അവൾ അർദ്ധമനസ്സോടെ കേൾക്കുന്നു. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സോ ഒരിക്കൽ കൂടി ക്വിന്റന്റെ സ്ഥലം സന്ദർശിക്കുന്നു. അവിടെ സോയുടെ പേര് പരിചിതയായ ഡയമണ്ട് എന്ന യുവതിയെ അവൾ കണ്ടുമുട്ടുന്നു. ക്വിന്റൻ അവിടെയില്ല എന്ന് അവളിൽ നിന്ന് മനസ്സിലാക്കിയ സോ അവിടെ നിന്നും പുറത്തിറങ്ങുന്നു. വെളിയിൽ വെച്ച് അവനെ കണ്ടുമുട്ടുന്നു. താൻ ജെയ്സനെ ഇപ്പോഴും സ്നേഹിക്കുന്നതിനാൽ ഈ ബന്ധം തുടരാൻ കഴിയില്ല എന്ന് അവൾ ക്വിന്റനെ അറിയിക്കുന്നു. തുടർന്ന് ക്വിന്റൻ അവളുടെ കണ്ണുകൾ മൂടി അവന്റെ കലാസൃഷ്ടികൾ കാണുവാനായി ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. തന്റെ അച്ഛന്റെ ആത്മഹത്യയും അതിന് കാരണക്കാരിയായ അമ്മയുമാണ് തന്നെ ഒരു ചിത്രകാരനാക്കിയതെന്ന് അവൻ അവളോട് മനസ്സു തുറക്കുന്നു. സോയുമായി ബന്ധം തുടരാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ പറയുന്നത് അവളിൽ വീണ്ടും കുറ്റബോധം ജനിപ്പിക്കുന്നു. പക്ഷേ അവളിലെ ലൈംഗികാസക്തി അവളെ വീണ്ടും സെക്സിലേക്ക് നയിക്കുന്നു. ഇതുമൂലം അവളുടെ ഒരു പ്രധാന ക്ലയന്റുമായുള്ള കൂടിക്കാഴ്ച അവൾ മറന്നുപോകുന്നു. എന്നാൽ അയാളെ ഒരു ഷോപ്പിന് മുന്നിൽ വെച്ച് കണ്ടുമുട്ടുന്നു. തന്റെ മകൾക്ക് അസുഖമായതിനാലാണ് സമയത്ത് എത്താൻ കഴിയാതിരുന്നതെന്ന് അവൾ അയാളോട് കളവ് പറയുന്നു. അയാൾ മറ്റൊരു ദിവസം തമ്മിൽ കാണാമെന്ന് സമ്മതിക്കുന്നു. ശേഷം അവൾ വീണ്ടും ക്വിന്റനെ കണ്ടുമുട്ടുന്നു. ഇത്തവണ അവളുടെ ഒരു നഗ്നചിത്രം വരയ്ക്കാൻ അവനെ അനുവദിക്കുന്നു. ശേഷം അവർ വീണ്ടും അവരുടെ ശരീരം പങ്കുവെക്കുന്നു. ശേഷം നമ്മൾ കാണുന്നത് ഡോക്ടർ സ്പെൻസർ സോയിയിൽ ഗുരുതരമായ ഒരു സെക്സ് അഡിക്ഷൻ ഉള്ളതായി മനസ്സിലാക്കുന്നതാണ്. ഒടുവിൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർപ്പാക്കാൻ തന്റെ ഒപ്പം ഡോക്ടറെ കാണാൻ വരണമെന്ന് ജെയ്സണോട് ആവശ്യപ്പെടുന്നു. എന്നാൽ തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജെയ്സൺ അത് നിരാകരിക്കുന്നു. ശേഷം മറ്റൊരു തവണ കൂടി അവൾ ക്വിന്റനെ കാണുന്നു. ഇത്തവണ ജെയ്സനെ ഉപേക്ഷിച്ച് തന്റെ ഒപ്പം വരാൻ അയാൾ സോയയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ താൻ ഇപ്പോഴും ജെയ്സനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനാൽ തനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ ആ ക്ഷണം നിരസിക്കുന്നു. എന്നാൽ ഈ സംഭവങ്ങളൊന്നും ഇത്തരം അവിഹിത ബന്ധങ്ങളിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കുന്നില്ല. അവൾ നിശാ ക്ലബിൽ വെച്ച് ക്വാറി എന്ന യുവാവുമായി പരിചയപ്പെടുന്നു. അവനുമായി അവിടെ വെച്ച് സെക്സിൽ ഏർപ്പെടുന്നു. ക്വിന്റനുമായി കാണാൻ കഴിയാത്ത ദിവസങ്ങളിൽ അവൾ കോറിയുമായി ബന്ധപ്പെടുവാൻ ആരംഭിക്കുന്നു. ഇതിനെ തുടർന്ന് സോയ്ക്ക് തന്റെ മകന്റെ ഫൈനൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്തതിനാൽ അവൻ അമ്മയോട് പിണങ്ങുന്നു. അവളിലുള്ള വിശ്വാസം അവന് നഷ്ടപ്പെടുന്നു. ജോലിസ്ഥലത്ത് അവളുടെ പ്രകടനം മോശമാകുന്നത് അവരുടെ സഹപ്രവർത്തകരും ബ്രീനയും മനസ്സിലാക്കുന്നു. തങ്ങളുടെ ചില ക്ലയന്റുകൾ തങ്ങളെ ഒഴിവാക്കിയതായി ബ്രീന അവളെ അറിയിക്കുന്നു. ശേഷം ക്വിന്റനെ കാണാനായി അവന്റെ സ്ഥലത്തെത്തുന്ന അവൾ അവിടെ ഡയമണ്ടുമായി സെക്സിൽ ഏർപ്പെടുന്ന ക്വിന്റനെ കാണുന്നു. ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ അവനുമായി വഴക്കടിച്ച് അവൾ കാമപൂർത്തീകരണത്തിനായി കോറിയെ കാണാനായി പോകുന്നു. ശേഷം രാത്രിയിൽ കോറിയുമായി നിശാ ക്ലബിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നു. അവിടെ നിന്നും വളരെ വൈകി വീട്ടിലേക്ക് മടങ്ങുന്ന സോയിയെ ജെയ്സൺ ശകാരിക്കുന്നു. അവളുടെ രാത്രി യാത്രകളും കുടുംബവുമായി അകന്നു നിൽക്കുന്നതും ശരിയല്ല എന്ന് അവൻ അവളോട് പറയുന്നു. അവൻ ജോലിസ്ഥലത്ത് നിന്നും വൈകി വരുന്നതിനെ പറ്റി പറഞ്ഞ് അവൾ അവളുടെ പക്ഷം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നിന്റെ ചുറ്റിക്കളികളെപ്പറ്റി സൂചന ലഭിച്ചതായി അവൻ അവളോട് തുറന്നടിക്കുന്നു. അടുത്ത ദിവസവും സോയി ക്വിന്റനെ കാണാനായി പോകുന്നു. എന്നാൽ അവരുടെ രസകരമായ നിമിഷങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കഥകിലാരോ മുട്ടുന്നു. സോയി മറ്റൊരു മുറിയിൽ ഒളിക്കുന്നു. ജെയ്സൺ ക്വിന്റനുമായി ഒരു ബിസിനസ് മീറ്റിനായി എത്തിയതായിരുന്നു. ക്വിന്റന്റെ കലാസൃഷ്ടികൾ കാണുന്നതിനിടയിൽ
അവൻ വരച്ച അവരുടെ നഗ്നചിത്രം പാതി മറച്ച രീതിയിൽ ജെയ്സൺ കാണുന്നു. അവനത് മുഴുവനായും കാണുന്നതിന് മുമ്പ് അവന്റെ സുഹൃത്ത് വന്ന് അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ജെയ്സനെ പെയിന്റിംഗ് കാണുന്നതിൽ നിന്ന് തടയാൻ ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് സോ അവനോട് ചോദിക്കുന്നു. ശേഷം കുട്ടികളുമായി ജെയ്സൺ സിനിമയ്ക്ക് പോകാനായി തയ്യാറെടുക്കുന്നു. താൻ കൂടി വരാമെന്ന് സോ പറയുമ്പോൾ കുട്ടികൾ അതിന് വിസമ്മതിക്കുന്നു. താൻ കുടുംബത്തിൽ നിന്നും അകന്നുവെന്ന തോന്നൽ സോയിൽ കനത്ത ആഘാതമേൽപ്പിക്കുന്നു. ഡോക്ടർ സ്പെൻസറുടെ ഉപദേശമനുസരിച്ച് തന്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാൻ അവൾ ക്വിന്റനും കോറിയുമായി ഒരു കൂടിക്കാഴ്ച ഏർപ്പാടാക്കുന്നു. സംസാരത്തിനിടയിൽ കോറി സോയയെ അലോസരപ്പെടുത്തുകയും തള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്വിന്റൻ ഇടപെടുമ്പോൾ കോറി പിന്മാറുന്നു. പുറത്തേക്ക് പോകാനായി തിരിഞ്ഞു നടക്കുന്ന കോറിയെ ക്വിന്റൻ ഒരു ശില്പം കൊണ്ട് തലക്കടിച്ച് താഴെ വീഴ്ത്തുന്നു. ശേഷം ആക്രമണോത്സുകനായി സോയയെ സമീപിക്കുന്നു. അവൾ അവിടെ ഇരുന്ന ഒരു ഗ്ലാസ് നിലത്തിട്ട് പൊട്ടിക്കുന്നു. അതിൽ ചവിട്ടിയ അവന്റെ കാലിൽ ഒരു കഷ്ണം തുളഞ്ഞു കയറുന്നു. ഈ സമയം സോ അവിടെ നിന്നും ഓടി അവന്റെ പെയിന്റിങ്ങുകൾക്കിടയിൽ ഒളിക്കുന്നു. അവനൊരു മൂർച്ചയുള്ള ആയുധവുമായി അവളെ പിന്തുടരുന്നു. അവളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് ജെയ്സൺ അവിടെ എത്തുകയും അവനെ അടിച്ച് ബോധം കെടുത്തുകയും ചെയ്യുന്നു. തനിക്ക് ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് വെളിപ്പെടുത്തിയ ശേഷം ജെയ്സൺ അവിടെ നിന്നും പോകുന്നു. അവനെ പിന്തുടരുന്ന സോയി അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. തന്നെ സംബന്ധിച്ച് നീ മരിച്ചു എന്നും താൻ കുട്ടികളുമായി പോവുകയാണെന്നും ജെയ്സൺ അവളോട് പറയുന്നു. തകർന്നു പോകുന്ന സോ അവന്റെ വാക്കുകൾ നിറവേറ്റാൻ എന്ന പോലെ ഒരു കാറിന് മുന്നിലേക്ക് ചാടുന്നു. കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അവളെ ജെയ്സൺ ആശുപത്രിയിൽ എത്തിക്കുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സോ ആശുപത്രിയിൽ സുഖം പ്രാപിക്കുന്നു. അവളുടെ കുടുംബം അവളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നു. അവളുടെ അഭാവത്തിൽ ബിസിനസ് നഷ്ടപ്പെട്ട് കമ്പനി അടച്ചുപൂട്ടുന്നു. ക്വിന്റനെ അവന്റെ കാമുകി ഡയമണ്ട് ശുശ്രൂഷിക്കുന്നു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ ആക്രമിച്ച് കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കുന്ന ഭൂതകാലത്തെപ്പറ്റി സോയി ഒരു നിമിഷം ആലോചിക്കുന്നു. ശേഷം അവൾ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അവളെ കാണുന്നതിൽ കുട്ടികൾ സന്തോഷിക്കുന്നു. എന്നിരുന്നാലും ജെയ്സൺ ഇപ്പോഴും വേദനയിലാണ്. എല്ലാം ശരിയായെന്ന മട്ടിൽ അഭിനയിക്കാൻ കഴിയില്ല എന്ന് അവന് തോന്നുന്നു. ഡോക്ടർ സ്പെൻസറിന്റെ ക്ലിനിക്കിലെ അഡിക്ട് സപ്പോർട്ട് ഗ്രൂപ്പിലെത്തുന്ന അവളെ ഡോക്ടർ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. അവൾ തനിക്ക് ബാല്യകാലത്തിൽ നേരിടേണ്ടി വന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് തുറന്നു പറയുന്നു. അത് തന്റെ മനസ്സിലേൽപ്പിച്ച മുറിവുകളാണ് തന്നെ ഇത്തരത്തിലൊരു സെക്സ് അഡിക്റ്റ് ആക്കി മാറ്റിയതെന്നും തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചതും. ഇപ്പോൾ താൻ തന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് കേട്ടുകൊണ്ട് ജെയ്സൺ അവിടേക്ക് കയറി വരുന്നു. താൻ ഇപ്പോഴും തന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അയാൾക്കൊപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം അവർ അവരുടെ മുദ്രാവാക്യം ആവർത്തിക്കുന്നു. നമ്മുടെ സ്നേഹം എന്നേക്കും എല്ലായ്പ്പോഴും എന്നും ഉണ്ടായിരിക്കും. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുമ്പോൾ സിനിമ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ഐക്കൺ ഓൾ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, സീ യു.